സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ. നമ്മൾ സംസാരിക്കുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകളാണ്. അത് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ കുറേ നല്ല യൂസ്ഫുള്ളാവും. കാരണം നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റുന്ന കുറേ സെൻറ്റൻസുകളാണ് ഞാൻ ഉപയോഗിച്ചത് കേട്ടോ. അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം. ക്ഷണം സ്വീകരിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എന്നെങ്ങനെ പറയാം? ഐ ആം വെരി ഗ്ലാഡ് ടു ആക്സെപ്റ്റ് യുവർ ഇൻവിറ്റേഷൻ. ക്ഷണം സ്വീകരിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എന്നെങ്ങനെ പറയാം? ഐ ആം വെരി ഗ്ലാഡ് ടു ആക്സെപ്റ്റ് യുവർ ഇൻവിറ്റേഷൻ. നിങ്ങളുടെ ക്ഷണം സ്വീകരിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഐ ആം വെരി ഗ്ലാഡ് ടു ആക്സെപ്റ്റ് യുവർ ഇൻവിറ്റേഷൻ. നിങ്ങളുടെ ക്ഷണം സ്വീകരിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഐ ആം വെരി ഗ്ലാഡ് ടു ആക്സെപ്റ്റ് യുവർ ഇൻവിറ്റേഷൻ. നിങ്ങളുടെ ക്ഷണം സ്വീകരിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഐ ആം വെരി ഗ്ലാഡ് ടു ആക്സെപ്റ്റ് യുവർ ഇൻവിറ്റേഷൻ. താങ്കളുടെ ക്ഷണം സ്വീകരിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഐ ആം വെരി ഗ്ലാഡ് ടു ആക്സെപ്റ്റ് യുവർ ഇൻവിറ്റേഷൻ. താങ്കളുടെ ക്ഷണം സ്വീകരിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അയാളുടെ നിർദ്ദേശം സ്വീകരിച്ചു എന്നെങ്ങനെ പറയാ? ഷീ ആക്സെപ്റ്റഡ് ഹിസ് പ്രപ്പോസൽ. അവൾ അയാളുടെ നിർദ്ദേശം സ്വീകരിച്ചു. 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 ഞാൻ നിങ്ങളുടെ ക്ഷമാപണം സ്വീകരിക്കുന്നു എന്നെങ്ങനെ പറയാം? വി ആക്സെപ്റ്റ് യുവർ അപ്പോളജി. ഞാൻ നിങ്ങളുടെ ക്ഷമാപണം സ്വീകരിക്കുന്നു. വി ആക്സെപ്റ്റ് യുവർ അപ്പോളജി. ഞാൻ നിങ്ങളുടെ ക്ഷമാപണം സ്വീകരിക്കുന്നു. വി ആക്സെപ്റ്റ് യുവർ അപ്പോളജി. ഞാൻ നിങ്ങളുടെ ക്ഷമാപണം സ്വീകരിക്കുന്നു. എൻ്റെ ക്ഷണം നിരസിച്ചു എന്നെങ്ങനെ പറയാം? ഹി റെഫ്യൂസ്ഡ് മൈ ഇൻവിറ്റേഷൻ. അയാൾ എൻ്റെ ക്ഷണം നിരസിച്ചു. 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 എനിക്ക് ഉച്ചയൂണ് കഴിക്കുന്നതിന് നിൽക്കാൻ നേരമില്ല എന്നെങ്ങനെ പറയാം? നമ്മൾ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ചിലർ പറയില്ലേ, ഉച്ചയൂണ് കഴിച്ചിട്ട് പോകാമെന്ന് അറിയില്ലേ? അപ്പോൾ നമ്മൾ അറിയില്ലേ, എനിക്ക് നേരമില്ല, ഞാൻ പോട്ടെ എന്ന് പറയില്ലേ? അപ്പോൾ അതെങ്ങനെ ഉച്ചയൂണ് കഴിക്കാൻ നേരമില്ല എന്ന് തന്നെ പറയാം? ഐ ഹാവ് നോ ടൈം ടു വെയിറ്റ് ഫോർ ലഞ്ച്. എനിക്ക് ഉച്ചയൂണ് കഴിക്കാൻ നിൽക്കാൻ നേരമില്ല. ഐ ഹാവ് നോ ടൈം ടു വെയിറ്റ് ഫോർ ലഞ്ച്. എനിക്ക് ഉച്ചയൂണ് കഴിക്കാൻ നിൽക്കാൻ നേരമില്ല. ഐ ഹാവ് നോ ടൈം ടു വെയിറ്റ് ഫോർ ലഞ്ച്. എനിക്ക് ഉച്ചയൂണ് കഴിക്കാൻ നിൽക്കാൻ നേരമില്ല. ഐ ഹാവ് നോ ടൈം ടു വെയിറ്റ് ഫോർ ലഞ്ച്. എനിക്ക് ഉച്ചയൂണ് കഴിക്കാൻ നേരമില്ല. ക്ഷണം നിരസിക്കാൻ സാധ്യമല്ല എന്നിങ്ങനെ പറയാം? ഐ കാൺ റെഫ്യൂസ് യുവർ ഇൻവിറ്റേഷൻ. എനിക്ക് നിൻ്റെ ക്ഷണം നിരസിക്കാൻ സാധ്യമല്ല. ഐ കാൺ റെഫ്യൂസ് യുവർ ഇൻവിറ്റേഷൻ. എനിക്ക് നിൻ്റെ ക്ഷണം നിരസിക്കാൻ സാധ്യമല്ല. ഐ കാണ്ട് റെഫ്യൂസ് യുവർ ഇൻവിറ്റേഷൻ. എനിക്ക് നിൻ്റെ ക്ഷണം നിരസിക്കാൻ സാധ്യമല്ല. ഐ കാണ്ട് റെഫ്യൂസ് യുവർ ഇൻവിറ്റേഷൻ. എനിക്ക് നിൻ്റെ ക്ഷണം നിരസിക്കാൻ സാധ്യമല്ല. ഈ തീരുമാനത്തോട് യോജിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. ഡസ് ഹി എഗ്രി ടു ദിസ് ഡിസിഷൻ. അദ്ദേഹം ഈ തീരുമാനത്തോട് യോജിക്കുന്നുണ്ടോ? ഡസ് ഹി എഗ്രി ടു ദിസ് ഡിസിഷൻ. അദ്ദേഹം ഈ തീരുമാനത്തോട് യോജിക്കുന്നുണ്ടോ? ഡസ് ഹി എഗ്രി ടു ദിസ് ഡിസിഷൻ. അദ്ദേഹം
ഈ തീരുമാനത്തോട് യോജിക്കുന്നുണ്ടോ? ഡസ് ഹി എഗ്രി ടു ദിസ് ഡിസിഷൻ. ഈ തീരുമാനത്തോട് യോജിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുക? ഡസ് ഹി എഗ്രി ടു ദിസ് ഡിസിഷൻ. അദ്ദേഹം ഈ തീരുമാനത്തോട് യോജിക്കുന്നുണ്ടോ? ഡസ് ഹി എഗ്രി ടു ദിസ് ഡിസിഷൻ. അദ്ദേഹം ഈ തീരുമാനത്തോട് യോജിക്കുന്നുണ്ടോ? ഡസ് ഹി എഗ്രി ടു ദിസ് ഡിസിഷൻ. അദ്ദേഹം ഈ തീരുമാനത്തോട് യോജിക്കുന്നുണ്ടോ? ഡസ് ഹി എഗ്രി ടു ദിസ് ഡിസിഷൻ. അദ്ദേഹം ഈ തീരുമാനത്തോട് യോജിക്കുന്നുണ്ടോ? അയാൾ അവളെ സഹായിക്കാൻ വിസമ്മതിച്ചു. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ഹി റെഫ്യൂസ് ടു ഹെൽപ്പ് ഹെർ. അയാൾ അവളെ സഹായിക്കാൻ വിസമ്മതിച്ചു. ഹി റെഫ്യൂസ്ഡ് ടു ഹെൽപ്പ് ഹെർ. അയാൾ അവളെ സഹായിക്കാൻ വിസമ്മതിച്ചു. ഹി റെഫ്യൂസ്ഡ് ടു ഹെൽപ്പ് ഹെർ. അയാൾ അവളെ സഹായിക്കാൻ വിസമ്മതിച്ചു. ഹി റെഫ്യൂസ്ഡ് ടു ഹെൽപ്പ് ഹെർ. അയാൾ അവളെ സഹായിക്കാൻ വിസമ്മതിച്ചു. ഹി റെഫ്യൂസ്ഡ് ടു ഹെൽപ്പ് ഹെർ. അയാൾ അവളെ സഹായിക്കാൻ വിസമ്മതിച്ചു. ഹി റെഫ്യൂസ്ഡ് ടു ഹെൽപ്പ് ഹെർ. അയാൾ അവളെ സഹായിക്കാൻ വിസമ്മതിച്ചു. അദ്ദേഹത്തിന് അനുവാദം നിഷേധിച്ചു എന്നെങ്ങനെ പറയാം? ദേ റെഫ്യൂസ്ഡ് ഹിം പെർമിഷൻ. അവർ അദ്ദേഹത്തിന് അനുവാദം നിഷേധിച്ചു. 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 അവൾ അവരുടെ സഹായ വാഗ്ദാനം തിരസ്കരിച്ചു എന്നെങ്ങനെ പറയാം? ഷീ റിജക്റ്റഡ് ദെയർ ഓഫർ ഓഫ് ഹെൽപ്പ്. അവൾ അവരുടെ സഹായ വാഗ്ദാനം തിരസ്കരിച്ചു. ഷീ റിജക്റ്റഡ് ദെയർ ഓഫർ ഓഫ് ഹെൽപ്പ്. അവൾ അവരുടെ സഹായ വാഗ്ദാനം തിരസ്കരിച്ചു. ഷീ റിജക്റ്റഡ് ദെയർ ഓഫർ ഓഫ് ഹെൽപ്പ്. അവൾ അവരുടെ സഹായ വാഗ്ദാനം തിരസ്കരിച്ചു. ഷീ റിജക്റ്റഡ് ദെയർ ഓഫർ ഓഫ് ഹെൽപ്പ്. അവൾ അവരുടെ സഹായ വാഗ്ദാനം തിരസ്കരിച്ചു. നിങ്ങളുടെ അവകാശം അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്നെങ്ങനെ പറയാം? വി കാൺട്ട് അഡ്മിറ്റ് യുവർ ക്ലെയിം. ഞങ്ങൾക്ക് നിങ്ങളുടെ അവകാശം അംഗീകരിക്കാൻ സാധിക്കുകയില്ല. വി കാൺട്ട് അഡ്മിറ്റ് യുവർ ക്ലെയിം. ഞങ്ങൾക്ക് നിങ്ങളുടെ അവകാശം അംഗീകരിക്കാൻ സാധിക്കുകയില്ല. വി കാൺട്ട് അഡ്മിറ്റ് യുവർ ക്ലെയിം. ഞങ്ങൾക്ക് നിങ്ങളുടെ അവകാശം അംഗീകരിക്കാൻ സാധിക്കുകയില്ല. വി കാൺട്ട് അഡ്മിറ്റ് യുവർ ക്ലെയിം. ഞങ്ങൾക്ക് നിങ്ങളുടെ അവകാശം അംഗീകരിക്കാൻ സാധിക്കുകയില്ല. തെറ്റ് സമ്മതിക്കുന്നു എന്നെങ്ങനെ പറയാം? ഐ അഡ്മിറ്റ് മൈ മിസ്റ്റേക്ക്. ഞാൻ എൻ്റെ തെറ്റ് സമ്മതിക്കുന്നു. 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 അയാളുമായിട്ടുള്ള അവളുടെ വിവാഹം അവളുടെ അച്ഛൻ അംഗീകരിച്ചില്ല എന്നെങ്ങനെ പറയാം? ഹെർ ഫാദർ ഡിഡ് നോട്ട് അപ്രൂവ് ഓഫ് ഹെർ മാരേജ് ടു ഹിം. അയാളുമായിട്ടുള്ള അവളുടെ വിവാഹം അവളുടെ അച്ഛൻ സമ്മതിച്ചില്ല. ഹെർ ഫാദർ ഡിഡ് നോട്ട് അപ്രൂവ് ഓഫ് ഹെർ മാരേജ് ടു ഹിം. അയാളുമായുള്ള അവളുടെ കല്യാണം അവളുടെ അച്ഛൻ അംഗീകരിച്ചില്ല. ഹെർ ഫാദർ ഡിഡ് നോട്ട് അപ്രൂവ് ഓഫ് ഹെർ മാരേജ് ടു ഹിം. അയാളുമായിട്ടുള്ള അവളുടെ കല്യാണം അവളുടെ അച്ഛൻ സമ്മതിച്ചില്ല. ഹെർ ഫാദർ ഡിഡ് നോട്ട് അപ്രൂവ് ഓഫ് ഹെർ മാരേജ് ടു ഹിം. അയാളുമായുള്ള അവളുടെ കല്യാണം അവളുടെ അച്ഛൻ അംഗീകരിച്ചില്ല. ഞാൻ വിസമ്മതിക്കുന്നു എന്നെങ്ങനെ പറയാം? ഐ റെഫ്യൂസ് ടു ഡു ദിസ്. ഞാൻ ഇത് ചെയ്യാൻ വിസമ്മതിക്കുന്നു. ഐ റെഫ്യൂസ് ടു ഡു ദിസ്. ഞാൻ ഇത് ചെയ്യാൻ വിസമ്മതിക്കുന്നു. ഐ റെഫ്യൂസ് ടു ഡു ദിസ്. ഞാൻ ഇത് ചെയ്യാൻ വിസമ്മതിക്കുന്നു. ഐ റെഫ്യൂസ് ടു ഡു ദിസ്. ഇത് ചെയ്യാൻ ഞാൻ വിസമ്മതിക്കുന്നു.
ോട് വിയോജിക്കുന്നു എന്നെങ്ങനെ പറയാം? വി ഡിസഗ്രി വിത്ത് യു. ഞങ്ങൾ താങ്കളോട് വിയോജിക്കുന്നു. 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 പറഞ്ഞാൽ മതി, നോട്ട് ഇനഫ് പറഞ്ഞാൽ പോരാ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇനഫ് പറഞ്ഞാൽ മതി, നോട്ട് ഇനഫ് പോരാ. ഇനഫ് പറഞ്ഞാൽ മതി, നോട്ട് ഇനഫ് പറഞ്ഞാൽ പോരാ. കുറച്ച് നമ്മൾ കുറേ വേർഡ്സുകൾ നമ്മളെ കയ്യിലുണ്ടാവണം, അപ്പോഴേ നമുക്കത് സംസാരിക്കാൻ ഹെൽപ്പ് ആവുള്ളൂ. അപ്പോൾ മതി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക? ഇനഫ്. പോരാ എന്ന് പറയുകയാണെങ്കിൽ നോട്ട് ഇനഫ്. സഹായിക്കൂ എന്നുള്ളതിനെ എന്താ പറയുക? ലെൻഡ് എ ഹാൻഡ്. ഒന്ന് സഹായിക്കൂ. 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 ചായ എന്നെങ്ങനെ പറയാ? ഹിയർ ഈസ് സം ടീ. ഇതാ കുറച്ച് ചായ. 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 സർട്ടൺലി പറഞ്ഞാൽ തീർച്ചയായും, ഷുവർലി ഉറപ്പായും. സർട്ടൺലി എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ഷുവർലി എന്ന് പറഞ്ഞാൽ ഉറപ്പായും. സർട്ടൺലി തീർച്ചയായും, ഷുവർലി ഉറപ്പായും. ഇന്ന് എങ്ങനെ പറയാം? ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ്. നേരെ മുൻപിൽ. ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ്. നേരെ മുൻപിൽ. ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ്. നേരെ മുൻപിൽ. ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ്. നേരെ മുമ്പിൽ. എന്നെങ്ങനെ പറയാം? ജസ്റ്റ് നൗ. ഇപ്പോൾ തന്നെ. ജസ്റ്റ് നൗ. ഇപ്പോൾ തന്നെ. ജസ്റ്റ് നൗ. ഇപ്പോൾ തന്നെ. ജസ്റ്റ് നൗ. ഇപ്പോൾ തന്നെ. കമ്മിങ്. ഇതാ വന്നേക്കാം. നമ്മളൊരു എപ്പോൾ വരാം എന്ന് പറയില്ലേ? ജസ്റ്റ് കമ്മിങ്. ഇപ്പോൾ വരാം. ജസ്റ്റ് കമ്മിങ്. ഇപ്പോൾ വരാം. ജസ്റ്റ് കമ്മിങ്. ഇപ്പോൾ വരാം. ഒട്ടും വേണ്ട എന്നെങ്ങനെ പറയാം? നോ മോർ. ഇനി ഒട്ടും വേണ്ട. നോ മോർ. ഒട്ടും വേണ്ട. നോ മോർ. ഒട്ടും വേണ്ട. വേണ്ടെന്നെങ്ങനെ പറയാം? നോട്ട് നൗ. ഇപ്പോൾ വേണ്ട. നോട്ട് നൗ. ഇപ്പോൾ വേണ്ട. നോട്ട് നൗ. ഇപ്പോൾ വേണ്ട. നോട്ട് നൗ. ഇപ്പോൾ വേണ്ട. വാട്ട് ഫോർ. എന്തിന്. എന്തുദ്ദേശത്തിന് എന്നുള്ളതാണ് വാട്ട് ഫോർ. എന്ത്, എന്തിന്, എന്തുദ്ദേശത്തിന്. വാട്ട് ഫോർ. എന്തിന്, എന്തുദ്ദേശത്തിന്. എങ്ങോട്ട് എന്നുള്ളതിനെ ചോദിക്കുക? വേർ ടു. എങ്ങോട്ട്. വേർ ടു. എങ്ങോട്ട്. വേർ ടു. എങ്ങോട്ട്. വേർ ടു. എങ്ങോട്ട്. ദാറ്റ്സ് ആൾ. അത്രമാത്രം. ദാറ്റ്സ് ആൾ. അത്രമാത്രം. ദാറ്റ്സ് ആൾ. അത്രമാത്രം. ദാറ്റ്സ് ആൾ. അത്രമാത്രം. യാതൊരു സംശയമില്ല എന്നെങ്ങനെ പറയാം? നോ ഡൗട്ട്. യാതൊരു സംശയവുമില്ല. നോ ഡൗട്ട്. യാതൊരു സംശയവുമില്ല. നോ ഡൗട്ട്. യാതൊരു സംശയവുമില്ല. നോ ഡൗട്ട്. യാതൊരു സംശയവുമില്ല. നമ്മൾ ചോദിക്കില്ല ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കുക, സംശയം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സംശയമില്ല എന്നെങ്ങനെ പറയാം? നോ ഡൗട്ട്. പോലെ എന്നെങ്ങനെ പറയാം? ആസ് യൂഷ്വൽ. പതിവ് പോലെ. ആസ് യൂഷ്വൽ. പതിവ് പോലെ. ആസ് യൂഷ്വൽ. പതിവ് പോലെ. ആസ് യൂഷ്വൽ. പതിവ് പോലെ. കാണാമെന്നിങ്ങനെ പറയാം? സി യു സൂൺ. സി യു എഗെയിൻ. അങ്ങനെയൊക്കെ പറയാം കേട്ടോ. സി യു സൂൺ. സി യു എഗെയിൻ. വീണ്ടും കാണാം. ഇല്ലേ? ഒന്നുമില്ലാന്ന്. നത്തിങ് അറ്റ് ആൾ. ഒന്നുമില്ല. നത്തിങ് അറ്റ് ആൾ. ഒന്നുമില്ല. നത്തിങ് അറ്റ് ആൾ. ഒന്നുമില്ല. നത്തിങ് അറ്റ് ആൾ. ഒന്നുമില്ല. എന്നെങ്ങനെ പറയാ? ഡോണ്ട് ബി ടു ലോങ്. അധികം താമസിക്കരുത്. 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 ഒരല്പസമയത്തേക്ക്. ജസ്റ്റ് ഫോർ എ വൈൽ. ഒരല്പസമയത്തേക്ക്. ജസ്റ്റ് ഫോർ എ വൈൽ. ഒരല്പസമയത്തേക്ക്. ജസ്റ്റ് ഫോർ എ വൈൽ. ഒരല്പനേരത്തേക്ക്. ജസ്റ്റ് ഫോർ എ വൈൽ. ഒരല്പസമയത്തേക്ക്.
കാത്തു നിൽക്കൂ എന്നെങ്ങനെ പറയാം? വെയിറ്റ് എ ബിറ്റ്, അല്പം കാത്തു നിൽക്കൂ. 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 ഞാനിതാ ഇവിടെ എന്നെങ്ങനെ പറയാ? ഹിയർ ഐ ആം. ഞാനിതാ ഇവിടെ. 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 വല്ലപ്പോഴുമൊക്കെ എന്നെങ്ങനെ പറയാം? നൗ ആൻഡ് ദെൻ. വല്ലപ്പോഴുമൊക്കെ. നൗ ആൻഡ് ദെൻ. വല്ലപ്പോഴുമൊക്കെ. നൗ ആൻഡ് ദെൻ. വല്ലപ്പോഴുമൊക്കെ. നൗ ആൻഡ് ദെൻ. വല്ലപ്പോഴുമൊക്കെ. നേരെ മറിച്ച് എന്നിങ്ങനെ പറയാം? ഓൺ ദ അതർ ഹാൻഡ്. നേരെ മറിച്ച്. 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 സാരമില്ല എന്നിങ്ങനെ പറയാം? നെവർ മൈൻഡ്. സാരമില്ല. നെവർ മൈൻഡ്. സാരമില്ല. നെവർ മൈൻഡ്. സാരമില്ല. പറയില്ലേ? ശ്രദ്ധിച്ച് പറയണം എന്നല്ലേ? മൈൻഡ് യു. ശ്രദ്ധിക്കണം എന്ന് പറയണ. മൈൻഡ് യു. ശ്രദ്ധിച്ച് പറഞ്ഞോളണം എന്ന് പറയില്ലേ? അതിനെങ്ങനെ പറയാം? മൈൻഡ് യു. അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കൂ എന്നെങ്ങനെ പറയാ? ജസ്റ്റ് ലിസ്റ്റൺ ടു ഹിം. അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കൂ. ജസ്റ്റ് ലിസ്റ്റൺ ടു ഹിം. അദ്ദേഹം പറയുന്നതെന്ന് ശ്രദ്ധിക്കൂ. ജസ്റ്റ് ലിസ്റ്റൺ ടു ഹിം. അദ്ദേഹം പറയുന്നെന്ന് ശ്രദ്ധിക്കൂ. ജസ്റ്റ് ലിസ്റ്റൺ ടു ഹിം. അദ്ദേഹം പറയുന്നെന്ന് ശ്രദ്ധിക്കൂ. രുചിച്ചു നോക്കൂന്ന് പറയില്ല? നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി പറയില്ലേ? ഇതൊന്ന് ടേസ്റ്റ് നോക്കുന്നു. ജസ്റ്റ് ടേസ്റ്റ് ദിസ്. ഇതൊന്ന് രുചിച്ചു നോക്കൂ. 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 ഒരു നിമിഷം നിൽക്കൂ എന്ന് എങ്ങനെ പറയാം? ജസ്റ്റ് വെയിറ്റ് എ മൊമെന്റ്. ഒരു നിമിഷം നിൽക്കൂ. ജസ്റ്റ് വെയിറ്റ് എ മൊമെന്റ്. ഒരു നിമിഷം നിൽക്കൂ. ജസ്റ്റ് വെയിറ്റ് എ മൊമെന്റ്. ഒരു നിമിഷം നിൽക്കൂ. ഇല്ല എന്നിങ്ങനെ പറയാം? ഇറ്റ് ഈസ് നോട്ട് സോ. ഇത് അങ്ങനെയല്ല. 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 നിഷേധിക്കാൻ പറ്റുകയില്ല എന്നിങ്ങനെ പറയാം? ദർ ഈസ് നോ ഡിനേയിങ്. അത് നിഷേധിക്കാൻ പറ്റുകയില്ല. 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 പറയുമ്പോൾ പറയില്ലേ? സമയമില്ല, വേഗം ചെയ്യണം. ഇൻ നോ ടൈം. വേഗം ചെയ്യണം. ഇൻ നോ ടൈം. വേഗം ചെയ്യണം. ഇൻ നോ ടൈം. വേഗം ചെയ്യണം. ഒരു മിനിറ്റ് സമയമില്ല, വേഗം ചെയ്യണം എന്ന് പറയില്ല. ഇൻ നോ ടൈം. വേഗം ചെയ്യണം. ലോകത്തെല്ലായിടത്തും എന്നെങ്ങനെ പറയാം? ആൾ ഓവർ ദ വേൾഡ്. ലോകത്തെല്ലായിടത്തും. 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 പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി എപ്പിസോഡ് കാണുക. അത് വീട്ടിലും ഫ്രണ്ട്സിനോടും യൂസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ. പഠിച്ചാൽ മാത്രം പോരാ, പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴേ ഫ്ലുവൻസി ഡെവലപ്പ് ആവുള്ളൂ. അപ്പോൾ ആരോടെങ്കിലുമൊക്കെ പറഞ്ഞ് പഠിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.